ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലല്ല, ഗുണ്ടൽപേട്ടയിലല്ല, നമ്മുടെ സ്വന്തം നാടായ എരഞ്ഞിമാവ് കുളങ്ങരയിലാണ്. അപ്പോൾ ഗുണ്ടൽപേട്ടയും വയനാടും പോയി ഈ പോയി പൂന്തോട്ടം കാണുന്ന സങ്കടം ഞങ്ങൾ നാട്ടിൽ നിന്ന് തീർക്കാണ്, കുളങ്ങരയിൽ തീർക്കാണ്. എരഞ്ഞിമാവ് കുളങ്ങരയിലാണ് പ്രകൃതി രമണീയമായ പൂന്തോട്ടം ഒക്കെ കാണുന്നത്. തൊടണ്ടോ, ഭയങ്കര നല്ല സ്മെല്ലുമുണ്ട് പൂട്ട്. ഇത് തൊടാൻ പറ്റില്ല, കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഈ സ്ഥലം പെട്ടെന്ന് ഒടിയും. അതുകൊണ്ടാണ് തൊടാത്തത്. അപ്പോൾ അടിപൊളി നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇന്നോ നാളെയോ അതിന് വിളവെടുപ്പ് നടത്തും. ഓണമായല്ലോ, ഓണത്തിലേക്ക് ഒരു ഫോണിലെ പൂവായി നല്ല സ്മെല്ലുള്ള പൂവാണ്. സംഭവം പൊളിച്ച്. ഇത് കുളങ്ങരയിലാണ്, എരഞ്ഞിമാവ് കുളങ്ങര. അപ്പോൾ ഒരുപാട് ഈ കളറ് മാത്രമല്ല, വേറെ കളർ പൂവുണ്ട്, നമ്മൾ നോക്കാം. നമ്മളപ്പോ ഗുണ്ടൽപേട്ട പോയ സ്ഥലമാണ് ഇവിടെ എരഞ്ഞിമാവ് കുളങ്ങര ലൊക്കേഷൻ. നമ്മള് എല്ലാരും വീഡിയോസ് ഇതൊക്കെ നമുക്ക് ഗുണ്ടൽപേട്ട ഇതൊക്കെ പോകാനും എന്തിനാ വെറുതെ 150 കിലോമീറ്റർ ഓടി ഗുണ്ടൽപേട്ട പോകണത്? കുളങ്ങരത്തിൽ സംഭവം ഉണ്ടാകുമ്പോൾ എന്തിനാ പോണേ? ഗുണ്ടൽപേട്ട പോയാലൊക്കെ ശരിയായോ? ഗുണ്ടൽപേട്ട ഇതിന്റെ സീസണ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് സംഭവം അടിപൊളിയാണ് അല്ലേ? ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല സൗകര്യമുണ്ട്. ഇതിന്റെ ഇടയിൽ പ്രേമികൾക്ക് ഭയങ്കര സുഖമാണ്, പ്രേമിക്കുന്നവർക്ക് മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, പ്രേമിക്കാതെ ഫോട്ടോ കല്യാണം കഴിഞ്ഞ ഫോട്ടോ. അപ്പൊ ഏതായാലും സംഭവം അടിപൊളി സ്ഥലമാണ്. കുളങ്ങര അങ്ങാടി തന്നെയാണ് സംഭവം. സംഭവം പൊളിക്കും, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതുവഴി പാസ് ചെയ്യുന്നവർക്ക് അവിടെ കുളങ്ങര അങ്ങാടിയിൽ നിർത്താം. നാളെ ചിലപ്പോ ഇത് പറിക്കാൻ സാധ്യതയുണ്ട്. ഓണത്തിലേക്കുള്ള പോവാണ്. നമ്മൾ അവിടെ പോയി ഫോട്ടോ എടുക്കുകയാണെങ്കിലും നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ പൈസ വേണ്ട, കുട്ടനൊരു ഉമ്മ എടുത്താൽ മതി, പൈസന്റെ ആവശ്യമല്ല. അപ്പൊ ഇത് ഈ വഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ നിർത്തുക, ഫോട്ടോ എടുക്കുക. രണ്ടു കൂടെ ഉണ്ടാവും. ഓണത്തിലേക്കുള്ള പോവാണ്, ചിലപ്പോൾ ഇത് പറിക്കും. പിന്നെ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ മുട്ടുകളുണ്ട്, പിന്നെ അത് വിടർന്നുണ്ടാവണം. ഏതായാലും സംഭവം അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, പൊളിച്ചല്ലേ? സംഭവം പൊളിച്ചു.